ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഹണിക്കോമ്പില്ലേ, തേനീച്ചക്കൂട്, അതെന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രിസൈസായിട്ട് എക്സഗണൽ ഷേപ്പ് ഇരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഷേപ്പ്, ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ സർക്കിൾ ആകുന്നില്ല എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? തേനീച്ചകൾക്ക് ഏറ്റവും കുറവ് സ്പേസിൽ ഏറ്റവും കോമ്പാറ്റബിളായിട്ട് ഒരു അവർക്ക് ഹൈവ് ക്രിയേറ്റ് ചെയ്യാൻ വേണം. ഏറ്റവും കുറച്ച് വയർസ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ ഒത്തിരി തേന് അതിനകത്ത് സംഭരിക്കാനും പറ്റണം. ആ ഒരു രീതിയിലാണ് ആ ഒരു ബീഹൈവ് എക്സഗണൽ ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഹണികോം കഞ്ചക്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹെക്സഗണാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഷേപ്പ്. മറ്റേത് ഷേപ്പിനേക്കാളും ഹെക്സഗണ് കുറേ എന്ന് പറഞ്ഞാൽ 1 or more ഹെക്സഗൺസ് അടുപ്പിച്ചടുപ്പിച്ച് കോമ്പാറ്റബിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ലെസർ സ്പേസിൽ. മാത്തമാറ്റീഷ്യൻസ് ഇത് കണ്ടുപിടിക്കാൻ കുറേ വർഷങ്ങളെടുത്തു. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തേനീച്ചകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത് അവരുടെ ഒരു ലാംഗ്വേജ് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഷേപ്പിന് ഇൻസ്പയർഡ് ആയിട്ട് കുറേ അധികം ഒബ്ജക്ട്സ് ഉണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ ഈ ടെക്സ്റ്റൈൽസിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ ഓക്കെ അതിന് എക്സാമ്പിൾസ് ഉണ്ട്. എന്താ കഴിഞ്ഞാൽ ക്ലോത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ്, സ്ട്രെസ്സിന് റെസിസ്റ്റൻസ് ഉള്ള ഷേപ്പാണ് ഹണികോംബ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ജേഴ്സീസൊക്കെ ഹണികോംബ് സ്ട്രക്ചറിലാണ് വരുന്നത്. ഇതുപോലെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് നേച്ചർ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.